ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സിനിമയായിട്ട് ഇന്ന് മാർച്ച് 27-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ എമ്പുരാൻ. ലാലേട്ടൻ പൃഥ്വിരാജ് കോംബോയിൽ ആശീർവാദ് സിനിമാസ് നിർമ്മിച്ച് ഗോകുല മൂവീസ് കൂടി നിർമ്മാണ പങ്കാളിയിൽ ഭാഗമായി മുരളി ഗോപിയുടെ തിരക്കഥയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ എമ്പുരാൻ എന്ന സിനിമയുടെ ആദ്യ ഷോ കേരളത്തിൽ എങ്ങും പൂർത്തീകരിക്കുകയാണ്. സിനിമയുടെ ആദ്യ കൃത്യമായ പ്രതികരണങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം വലിയ ഹൈപ്പോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ എമ്പുരാൻ. ഇപ്പോഴത്തെ സിനിമ ആദ്യ ഷോയ്ക്ക് ശേഷം ഒരുപാട് അഭിപ്രായങ്ങൾ, പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ നേരിടുത്തിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്ന കോമൺ അഭിപ്രായം എന്തെന്നാൽ അത് പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ്. മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഒരു പ്യുവർ എന്റർടൈൻമെന്റ് ആണ് നമുക്ക് തിയേറ്ററുകളിൽ സമ്മാനിക്കുന്നത് എന്നാണ് സിനിമയുടെ ആദ്യ ഷോയ്ക്ക് ശേഷമുള്ള പ്രധാനപ്പെട്ട അഭിപ്രായം. ആദ്യ പകുതിയേക്കാൾ മികച്ചു നിൽക്കുന്ന രണ്ടാം പകുതി. സിനിമയുടെ ആദ്യ പകുതിയിൽ ലാലേട്ടന്റെ ഇൻട്രോയാണ് ഒരു വൗ ഫാക്ടർ എല്ലാം തന്നെ നൽകിയത്. ഒപ്പം തന്നെ ഇന്റർവെലിന് മികച്ച അഭിപ്രായങ്ങൾ വന്നെങ്കിൽ രണ്ടാം പകുതിയിൽ ഈ കാണുന്ന ജംഗിൾ ഫൈറ്റ് എല്ലാം തന്നെ വേറെ ലെവൽ മികച്ച അഭിപ്രായങ്ങളാണ് നേടിയെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ക്ലൈമാക്സിന് രണ്ടാം പകുതിയിൽ സർപ്രൈസ് എലമെന്റ്സിനെല്ലാം തന്നെ മികച്ച അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. കൂടാതെ ലാലേട്ടനും പൃഥ്വിരാജും ഒത്തുചേർന്നുള്ള ഫിർസിന്ദ ഫൈറ്റിനും രണ്ടാം പകുതിയിൽ മികച്ച അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യ പകുതിയേക്കാൾ മികച്ചു നിൽക്കുന്നു രണ്ടാം പകുതി എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ലൂസിഫർ എന്ന സിനിമ ഇഷ്ടമായവർക്ക് എമ്പുരാൻ എന്ന സിനിമ ഇഷ്ടമാകുമെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട അഭിപ്രായം. ലൂസിഫറിന്റെ അതേപോലെ ഒരു വേഗതയാണ് സിനിമയ്ക്കുമുള്ളത്. സ്ലോ പേസ് എല്ലാം തന്നെ ഉണ്ട്. ദീപക് ദേവിന്റെ സംഗീതം, ഒപ്പം തന്നെ ലാലേട്ടന്റെ പ്രകടനം, ഫൈറ്റ് സീക്വൻസ്, ഒപ്പം തന്നെ പൃഥ്വിരാജിന്റെ സംവിധാന മികവെല്ലാം തന്നെയാണ് ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ മറ്റ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എമ്പുരാൻ എന്ന സിനിമ ആദ്യ ദിവസം തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്തിരിക്കുന്നു. എന്നാൽ വേറെ ലെവൽ പോസിറ്റീവ് അഭിപ്രായങ്ങളിലേക്ക് പോയിട്ടില്ല സിനിമ എന്നത് ശ്രദ്ധേയമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം സിനിമയ്ക്കുള്ള ഹൈപ്പാണ് എന്നത് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ അണിയറ പ്രവർത്തകർ കൺഫേം ചെയ്തതുപോലെ ലൂസിഫറിന് രണ്ടാം ഭാഗം ഉള്ളതുപോലെ തന്നെ മൂന്നാം ഭാഗത്തിലേക്കുള്ള ലീഡ് സൂചനയെല്ലാം തന്നെ രണ്ടാം ഭാഗത്തിന്റെ അവസാനം നൽകുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കൂ എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾക്ക്.